നമസ്കാരം. വിളയുണ്ടെങ്കിലല്ലേ കൊയ്ത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് ശശി തരൂർ പറയുന്നത്. ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടത്ത് തിരയുന്ന ജോലി എന്തായാലും അസംബന്ധമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന ജൂൺ 4 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ നേതാവായി തുടരില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ വ്യക്തമാക്കി. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന്റെ ജാതകം പരിശോധിക്കുന്നതും വയസ്സ് കണക്കുകൂട്ടുന്നതുമൊക്കെ എന്നാണ് തരൂരിന്റെ വാദം. 75 വയസ്സ് തികയുന്ന 2025 സെപ്റ്റംബർ വരെയുള്ള മോദിയുടെ കാലാവധിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടയിലാണ് തരൂർ വ്യത്യസ്ത അഭിപ്രായ പ്രകടനം നടത്തിയത്. ജൂണിൽ കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നും 2025 സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടതില്ലെന്നും തരൂർ പറഞ്ഞു. 75ാം ജന്മദിനത്തിന് ശേഷം മോദി വിരമിക്കുമെന്ന AAP തലവൻ അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് തരൂർ മോദിയുടെ സാധ്യത നുള്ളിക്കളഞ്ഞത്. 2025 സെപ്റ്റംബറിൽ 75ാം വയസ്സിൽ വിരമിച്ചതിന് ശേഷം മോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തന്റെ പിൻഗാമിയായി അംഗീകരിക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നു. മോദിയുടെ വിരമിക്കൽ പ്രായത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി തരൂർ ചോദിച്ചത് BJP അദ്ദേഹത്തെ ഒഴിവാക്കുമോ എന്നാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെ ഭരണം അവസാനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും റിട്ടയർമെന്റും പിൻഗാമിയ തിരയലുമൊക്കെ അതുകൊണ്ട് തന്നെ അപ്രസക്തമാണെന്നുമൊക്കെയാണ് തരൂർ പറഞ്ഞത്. എന്തായാലും 2025 സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടതില്ല. 2024 ജൂണിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മോദി പ്രധാനമന്ത്രിയാകില്ല എന്ന കാര്യം ഉറപ്പാണ്. മുംബൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മോദിയുടെ പൊതുവ്യവഹാരത്തിന്റെയും ഭാഷയുടെയും നിലവാരത്തെ തരൂർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. ഇത്രയും തരംതാണ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ രാജ്യത്തിന് നല്ലതല്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. ഈ വർഷം ആദ്യം നടന്ന പരിപാടിയിൽ അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തന്റെ പാർട്ടിയുടെ തീരുമാനത്തെ ന്യായീകരിച്ച ശശി തരൂർ BJPക്ക് രാമന്റെ പകർപ്പവകാശം ഇല്ലെന്ന് ഊന്നി പറഞ്ഞു. ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്, അല്ലാതെ രാഷ്ട്രീയം കളിക്കാനല്ല എന്ന് പറഞ്ഞ തരൂർ അവർ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നും കുറ്റപ്പെടുത്തി. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, കർഷകരുടെ വരുമാനം, ഭൂരിഭാഗം ജനങ്ങളുടെയും വരുമാനത്തിലെ ഇടിവ് തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ കാര്യമായ ചർച്ചകളിൽ ഏർപ്പെടാത്തതിന് ഭരണകക്ഷിയെ തരൂർ കടന്നാക്രമിച്ചു. മഹാരാഷ്ട്രയിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന കോൺഗ്രസിന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ സഖ്യരാഷ്ട്രീയത്തിന്റെ നിർബന്ധിതാവസ്ഥ ഉദ്ധരിച്ച തരൂർ സഖ്യത്തിന്റെ വലിയ താല്പര്യത്തിനായി വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ കീഴടങ്ങൽ എന്ന് വിളിക്കാനാവില്ല എന്നും പറഞ്ഞു. ശരത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന എന്നിവയ്ക്കൊപ്പം മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ്. വാജ്പേയിയുടെ കാലത്ത് പ്രമുഖരായിരുന്നവർ മോദിയുടെ നേതൃത്വത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച തരൂർ മുസ്ലിം നേതാക്കളെ BJP പൂർണ്ണമായും മാറ്റി നിർത്തുന്നത് ചൂണ്ടിക്കാട്ടി. മോദിയുടെ ആദ്യ ടേമിന് ശേഷം വാജ്പേയി കാലഘട്ടത്തിന്റെ ഭാഗമായിരുന്ന എല്ലാ മുസ്ലിം നേതാക്കളെയും ഘട്ടം ഘട്ടമായി പുറത്താക്കി. ഇന്ത്യ സഖ്യത്തിൽ സഖ്യകക്ഷികൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു. അകാലിദളും BJDയും തള്ളിക്കളഞ്ഞ NDAയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ സഖ്യത്തിൽ പരസ്പര ബഹുമാനമുണ്ട്. മുൻ പ്രധാനമന്ത്രിമാരായ അടൽ ബിഹാരി വാജ്പേയിയെയും മൻമോഹൻ സിംഗിനെയും അവരുടെ സഖ്യ സർക്കാരുകൾ മികച്ച രീതിയിൽ നയിച്ചതിന് അദ്ദേഹം പ്രശംസിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ വർഷ ഗെയ്ക്വാദിനും ഭൂഷൺ പാട്ടീലിനും വേണ്ടി പ്രചാരണം നടത്തിയ മുംബൈയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകളിൽ തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോസ്മോപൊളിറ്റൻ മുംബൈയുടെ അവശ്യ സ്വഭാവം സംരക്ഷിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ മുൻഗണന. 3 ഘട്ട വോട്ടെടുപ്പിന് ശേഷം അന്തരീക്ഷത്തിൽ ഒരു മാറ്റം ദൃശ്യമാണ്. കോൺഗ്രസിന് അനുകൂലമായി നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുംബൈയിലെ 6 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 20 നടക്കുമ്പോൾ തരൂരിന്റെ വാദമുഖം സ്ഥാപിക്കപ്പെടുമോ എന്ന് ജൂൺ 4 അറിയാം.